ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് പൈനിയറിൻ്റെ സ്റ്റീരിയോ ആണ്. ഇതിന് നിലവിൽ വോക്സ് ഒരു സൈഡ് രണ്ട് ചാനൽ വർക്ക് ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. നിലവിൽ ബ്ലൂടൂത്ത് ചെയ്യാൻ വേണ്ടി വന്ന സ്റ്റീരിയോ ആയിരുന്നു. ഇപ്പോൾ ബ്ലൂടൂത്തിൻ്റെ ബോർഡ് കണക്ട് ചെയ്യാൻ വേണ്ടി വോക്സിന് ലൈൻ ചെക്ക് ചെയ്ത സമയത്ത് ഒരു സൈഡിൽ രണ്ട് ചാനൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന് നിലവിൽ ഓഡിയോ സ്വിച്ചിങ് ഐസിന് കംപ്ലയിൻ്റ് ആണ്. ഓഡിയോ സ്വിച്ചിങ് ഐസി വഴിയാണ് ഇതിൻ്റെ വോക്സ് CD കാര്യങ്ങളെല്ലാം ഓഡിയോ സ്വിച്ചിങ് ആകുന്ന ഈ ഐസി വഴിയാണ്. ഇപ്പം നിലവിൽ ഈ ഐസി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഐസി ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് ഒരു ബ്ലൂടൂത്തിൻ്റെ ബോർഡും കൂടെ വെച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഐ സി നമുക്കൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഇതാണ് ഇതിൻ്റെ ഐ സി വരുന്നത്. നമുക്ക് പുതിയൊരു ഐ സി ഇട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഐ സി ഒന്ന് സോൾഡർ ചെയ്തിട്ട് നമുക്ക് ഓഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തെല്ലാം ഓക്കെ ആക്കിയിട്ട് ബ്ലൂടൂത്തിൻ്റെ ബോർഡും കൂടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതൊന്ന് സോൾഡർ ചെയ്യാം. ഐ സി കറക്റ്റായിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട്. സോൾഡർ ചെയ്ത് കറക്റ്റ് ചെയ്തു. നമുക്ക് ഫ്രണ്ട് വാലിന് കണക്ട് ചെയ്ത് സ്പീക്കർ കണക്ട് ചെയ്തിട്ട് ചാനൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ബ്ലൂടൂത്തിൻ്റെ ബോർഡും കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ നിലവിൽ ഓക്സിൻ്റെ ഇൻപുട്ടിൽ ഓഡിയോ ഉണ്ട്, ഓക്കെയാണ്. ഇപ്പോൾ രണ്ട് ചാനലും ഓക്കെയാണ്. നേരത്തെ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓക്സിനകത്ത് മാത്രം ഒരു സൈഡിൽ സിഗ്നലിനകത്ത് രണ്ട് ചാനൽ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഒരു സൈഡിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളായിരുന്നു. ഇപ്പം രണ്ട് ചാനലും സംഭവം ഓക്കെ ആയിട്ടുണ്ട്. രണ്ട് സൈഡിലും 4 ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഒരു ബ്ലൂടൂത്തിൻ്റെ ബോർഡും കൂടെ ആഡ് ചെയ്യാം. നിലവിൽ ബ്ലൂടൂത്തിൻ്റെ ബോർഡൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇവിടെ നിന്നാണ് എടുത്തേക്കുന്നത് ഓക്സിൻ്റെ. അതുപോലെ 5 വോൾട്ട് ഈ കപ്പാസിറ്റർ എന്നാണ്, ഇത് ഗ്രൗണ്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു ഔട്ട് സൈഡ് സ്റ്റിക്കർ ഒന്ന് ഒട്ടിച്ച് വെക്കണം. അപ്പം ജസ്റ്റ് ഒന്ന് ഓണാക്കി ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. ഞാൻ ഓൾറെഡി പെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്തിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ സംഭവം നിലയിൽ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി CD ഡ്രൈവും വെച്ച് സ്ക്രൂ എല്ലാം ചെയ്താൽ മതി. ബാക്കി അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.